ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ സെഷനിൽ നമ്മളൊരു സമ്മർ ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. സമ്മർ ഫ്രോക്ക് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഫ്രോക്കാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. അതിലൊരുപാട് മെഷർമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് മെഷർമെൻറ്റ് എന്നുള്ള ലെവലിലാണ് നമുക്കൊരു മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 year old ഉള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വന്നിട്ടുള്ള മെഷർമെൻറ്റ് ചെസ്റ്റ് അളവ് 21 ആണ്, ലെങ്ത് 22 ആണ്. അതുപോലെ ആം ഹോൾ മെഷർമെൻറ്റ് നമുക്ക് 9.5 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് എത്ര തുണി വേണമെന്നൊന്നും അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെസ്റ്റിന് നമ്മൾ ചെസ്റ്റ് +4 × 2, അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 50 ഇഞ്ചസ് കിട്ടും കേട്ടോ. 50 ഇഞ്ചസ് ആണ് ഈ തുണിക്ക് വേണ്ട മൊത്തം വിഡ്ത്ത് എന്ന് പറയുന്നത്. 50 ഇഞ്ചാണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത് വേണ്ടത് നമുക്ക് 22 ആണ്. ആം ഹോൾ 9.5 ആണ്. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം. കട്ട് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് ക്ലോത്തിലേക്കാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ പാറ്റേൺ ഒന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് നമ്മൾ ക്ലോത്തിലേക്ക് തന്നെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് തുണി 4ആയിട്ട് മടക്കിയിടുക. ഓക്കെ, ഇപ്പോൾ 2 fold ആണ്, അതായത് ഫുള്ളി 2 fold ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനതിന് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് 4 foldലേക്ക് മാറ്റുകയാണ് കേട്ടോ. 4 foldലേക്ക് മാറ്റുമ്പോൾ നമുക്ക് മൊത്തം വേണ്ട വിഡ്ത്ത് എന്ന് പറയുന്നത് 50 ഇഞ്ചാണ്. അപ്പോൾ അതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 12.5 ഇഞ്ച് വൺ സൈഡ് കിട്ടുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് കേട്ടോ. നമുക്ക് സെയിം ഡിസൈനാണ് ഇത് കാണിക്കുന്നതാണ്. ഇവിടെയാണ് ഇതിൻ്റെ തേരുവശം വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 12.5 ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് 4ആയിട്ട് അത് 4 മടക്കി വരുമ്പോൾ അപ്പോൾ അത് 50 ഇഞ്ച് ഉണ്ടാവുമല്ലോ. ഒരു 12.5 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഇത് 4 foldലേക്ക് മടക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ 12.5 ഇഞ്ചിൽ ഇവിടുന്ന് ഇവിടെ വരെ 12.5 ഇഞ്ചിൽ നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലെങ്ത് ആണ്. നമ്മുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് 22 ആണ്. പക്ഷെ എനിക്കതിൻ്റെ അടിയിൽ ഞാൻ ഫ്രില്ല് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 19 ഇഞ്ചിലാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ലെങ്ത് ഏകദേശം ഒരു 19 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 19 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെയും ഒരു 19 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൽ നിന്ന് കണക്ട് ചെയ്യാണ്. ഇതാണ് കൊണ്ട് തുണിയുടെ അരികുവശം വരുന്നതാണ്. ഇത് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിടാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ ബോർഡർ വരുന്നത് കേട്ടോ. ബ്ലൂ ലൈനാണ് നമ്മുടെ ബോർഡർ വരുന്നത്. ഇനി നമുക്ക് ഇവിടെയാണ് മെഷർമെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ആം ഹോൾ കട്ട് ചെയ്യാം. ആം ഹോൾ കട്ട് ചെയ്യാൻ തുണിയുടെ അറ്റത്ത് നിന്ന്, അതായത് നമ്മളിവിടെ വരച്ച ബോർഡർ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നൊരു 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് നമ്മുടെ ആം ഹോളിൻ്റെ പകുതി. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ആം ഹോൾ 9.5 ആണ്. ഓക്കെ, നമ്മുടെ ആം ഹോൾ 9.5 ആണ്. അപ്പം നമുക്ക് വേണ്ടത് ഒരു 4.25 ആണ് കേട്ടോ. ആം ഹോൾ 4.25 ആം ഹോൾ. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ കട്ട് ചെയ്ത് മെഷർ ചെയ്തിട്ടുള്ള ഈ ഭാഗം മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനുശേഷം നമുക്ക് ഫ്രില്ലിനുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉടുപ്പിന് ഫ്രില്ല് കൊടുക്കുന്നതിനായിട്ട് ഏകദേശം 3 ഇഞ്ച് വീതി. ഇത് 100 ഇഞ്ചിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഏകദേശം 150 ഇഞ്ചോളം നീളവുമുള്ള ഒരു ക്ലോത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രില്ല് ഇടുന്നതിനായിട്ട്. ആം ഹോൾ ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് ക്രോസ് പീസ് വേണം. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് വേണം നമുക്ക്. അപ്പോൾ അതിൻ്റെ വള്ളി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രോക്കിൻ്റെ ആം ഹോൾ ആദ്യം നമുക്ക് ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യാം കേട്ടോ.
നമ്മൾ ആം ഹോൾ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് തയ്ച്ചതിന് ശേഷം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്ക് ഒരു ഫോൾഡ് മടക്കി വീണ്ടും ഒരു തവണ കൂടി ഫോൾഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ മേലേക്ക് അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് വന്ന് അയൺ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ശരി, 4 ആം ഹോളും നമ്മൾ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് ഈ ടോപ്പ് ഭാഗം ചെറുതായിട്ടൊന്ന് മുടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മുകൾ ഭാഗം ഇങ്ങനെ ചെറുതായി മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. 2.5 ഇഞ്ച് മാർക്ക് ചെയ്യും. അതുപോലെ ഫുള്ള് ഓൾ ഓവർ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വയ്ക്കും. ½ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ 2.5 ഇഞ്ചിലേക്ക് ടോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് മടക്കി വയ്ക്കും അല്ലേ. ഇതുപോലെ 2.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് മടക്കി ഫിനിഷിങ് കൊടുക്കും കേട്ടോ, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അതായത് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം, ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം കൊണ്ടുവന്ന് ഈ 2.5ലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങോട്ടൊന്ന് മടക്കി വെച്ച് അരികത്ത് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഒന്ന് കെട്ടിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അടുത്ത സൈഡിൽ ഇതുപോലെ തന്നെ ഒരു 2.5 മാർക്ക് ചെയ്യുക, അങ്ങോട്ട് മടക്കി വെച്ചടിക്കുക കേട്ടോ. മുകൾ ഭാഗം ഇങ്ങനെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ, ഒരു 4 ഇഞ്ച് ഡിസ്റ്റൻസിൽ മുകളിൽ വീണ്ടും ഒരു സ്റ്റിച്ച്, അതൊരു ഭംഗിക്ക് വേണ്ടി ഇടുന്ന സ്റ്റിച്ചാണ് കേട്ടോ. നമ്മൾ ഒരു 4 ഇഞ്ചിൽ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം കേട്ടോ. ഉടുപ്പിൻ്റെ 2 സൈഡും നമ്മളുടെ ആം ഹോളൊക്കെ ഫിനിഷ് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടുപ്പിൻ്റെ 2 സൈഡും നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. നെക്ക് കറക്റ്റ് ചെയ്ത് വെച്ച് ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് ജോയിൻ ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ ഫ്രില്ല് വെക്കാനെടുത്ത തുണിയുടെ അടിഭാഗം ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അടിഭാഗം നമുക്ക് ഒന്നുകിൽ 2 ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അതിനുശേഷം അടിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ റോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പതിയെ ഒന്ന് റോൾ ചെയ്തിട്ട് അതാദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. അതിനുശേഷം നമ്മൾ അടിച്ചു വരുന്നതിനനുസരിച്ച് പതിയെ ഇതിനെ റോൾ ചെയ്ത് കൊടുക്കുക. പതിയെ ചെയ്താൽ മതി. ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഇത് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും ഫ്രില്ലുകൾക്ക്. നമ്മളിപ്പോൾ ഒരു സൈഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത സൈഡിൽ നമുക്ക് പ്ലീറ്റ്സ് ഇടണം. പ്ലീറ്റ്സ് ഇടാനായിട്ട് നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ചെറിയ ചുളിവുകൾ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് പോരാം. ഞാനിപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് ഡിസ്റ്റൻസ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ചെറിയ ഇതുപോലെ അതല്ലെങ്കിൽ പിന്നീട് ഇതിങ്ങനെ ഇടുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഗേദേഴ്സാണ് നമുക്ക് കിട്ടുക. കുറച്ചുകൂടി വേറെ ചെയ്യുന്ന വേറെ മെത്തേഡ് ഉണ്ട്. നമ്മുടെ സ്റ്റിച്ച് ഡിസ്റ്റൻസ് മെഷീൻ്റെ സ്റ്റിച്ച് ഡിസ്റ്റൻസ് കൂട്ടിയിട്ടതിന് ശേഷം ഇതുപോലെ സിമ്പിളായിട്ട് ഇങ്ങനെ അടിക്കും, വെറുതെ അടിച്ചു പോകും. എനിക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിയിട്ടുള്ള പ്ലീറ്റ്സ് ഇങ്ങനെയാണ് കേട്ടോ. വെറുതെ അടിക്കുക. അതിനുശേഷം
കുറച്ച് ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞ് നൂല് കട്ട് ചെയ്ത് നമ്മൾ പതിയെ പതിയെ നൂലിനെ വലിക്കുക. അടിയിലത്തെ നൂലിനെ വലിക്കുമ്പോൾ ഇതുപോലെ വരും. ഇത് നമ്മൾ പതിയെ 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 അങ്ങോട്ട് നീക്കി കൊടുക്കാൻ മതി. അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഉടുപ്പിൻ്റെ അടിഭാഗത്ത് വിസ്താരം 50 50 ആണ്. അപ്പം ഈ തുണീനെ ചുളുക്കി നമ്മളൊരു 50 ഇഞ്ചിലേക്ക് എത്തിക്കുക കേട്ടോ. ഫ്രോക്കിൻ്റെ രണ്ട് സൈഡ് വശവും നെക്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഉടുപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഫ്രില്ല് ജോയിൻ ചെയ്യാം. ഫ്രില്ല് ജോയിൻ ചെയ്യുന്നതിന് നമ്മളുടെ ഏതെങ്കിലും ഒരു ജോയിൻ പോർഷനിൽ നമ്മൾ ഫ്രില്ല് വെക്കാൻ തുടങ്ങണം. ഫ്രില്ല് ഓൾറെഡി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ആ ഫ്രില്ലിനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അതിനാദ്യം തന്നെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഫ്രില്ലിൻ്റെ ചീത്ത വശം നമ്മൾ നേരെ ഫേസ് ചെയ്യുന്ന പോലെ വയ്ക്കുക. എന്നിട്ട് ഫ്രില്ലിൻ്റെ നല്ല വശവും ഉടുപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിന് മീതെ കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഒരു ഫ്രില്ലിൻ്റെ രണ്ടറ്റവും ഒരുമിച്ച് കൂട്ടുമുട്ടാറാകുമ്പോൾ നമ്മളിതുപോലെ രണ്ട് ഫ്രില്ലും ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രില്ലിൻ്റെ തുമ്പത്തുനിന്ന്, അതായത് നമ്മൾ മടക്കി അടിച്ച ഈ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കയറി ഇറങ്ങി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അതിനുശേഷം വീണ്ടും ക്രോക്കറോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് സാധിക്കും. ഫ്രില്ല് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഉടുപ്പിൻ്റെ ടോപ്പ് പോർഷനിലുള്ള ഡോറി വള്ളി തയ്ക്കാം കേട്ടോ. ഉടുപ്പിൻ്റെ ഡോറി തയ്ക്കുന്നതായിട്ട് തന്നെ മറ്റേ 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് മറിച്ചെടുക്കേണ്ടതിനാണ്. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് ക്ലോസ് ചെയ്യണം. രണ്ട് വള്ളി നമുക്ക് അടിച്ചു വെക്കാം കേട്ടോ. ഡോറി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ക്ലോസ് ചെയ്ത ഭാഗത്തോടെ ഒരു സ്റ്റിക്ക് നോക്കി ഇതിനെ മറച്ചെടുക്കണം കേട്ടോ. നല്ല സൈഡ് പുറത്തേക്ക് ആക്കിയെടുക്കണം. ഇതുപോലെ ഇത് വള്ളിയാക്കി എടുക്കുന്നത് രണ്ടും. നമ്മൾ ഫ്രോക്കിനൊക്കെ ഡോറിയുടെ തുമ്പ് ഫിനിഷ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ സർക്കിളിൽ ഒരു ചെറിയ പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്യും. വീണ്ടും ഒന്നുകൂടെ കിട്ടും. നമുക്ക് ആവശ്യമുള്ള 4 പീസുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പീസുകൾ നമ്മൾ ഡോറിൻ്റെ തുമ്പത്ത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ത്രെഡിനെ നമ്മൾ ഇതുപോലെ വെച്ചു. അതിനുശേഷം ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ എഡ്ജ് ഫിനിഷ് ആയിരിക്കും. ഡോറികൾ രണ്ടും ഫിനിഷ് ചെയ്ത ശേഷം നമുക്ക് ഡോറിന് ഈ ലൂപ്പിലൂടെ കടത്തി വിടാം. നമ്മളിവിടെ ഹോളിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ ഒരു ലൂപ്പ് ഇട്ട് വെച്ചിട്ടില്ലേ, ആ ലൂപ്പിൽ കൂടെ ഡോറിനെ പാസ് ചെയ്യും.
ഡോറിൽ ഊക്കിക്കൂടെ കയറ്റിയതിന് ശേഷമുള്ള നമ്മുടെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്കിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ സ്ലീവില്ല, സ്ലീവിന് പകരം നമ്മൾ ഈ പറഞ്ഞ ഡോറി കെട്ടിയിട്ടാണ് സ്ലീവായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. കുട്ടികളുടെ ഷോൾഡറിൽ ഇത് കെട്ടിയിറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അയൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് നമുക്ക്